കാനഡയുടെ കാര്യത്തിൽ ട്രംപിന്റെ പ്രധാനപ്പെട്ട ആകുലത ട്രേഡ് ആകുലതകളാണ്. കാനഡ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ഇറ്റ്സ് ബിഗ്ഗസ്റ്റ് ട്രേഡിംഗ് പാർട്ട്നേഴ്സ്. സോ ട്രംപ് പറയുന്നത് ട്രംപ് കാനഡയ്ക്കെതിരെ 60% നികുതി ചുമത്തുമെന്നൊക്കെയാണല്ലോ, 20-60% നികുതി ചുമത്തുമെന്നാണ്. പക്ഷെ ട്രംപ് വാണ്ട്സ് ദിസ് ദ ട്രേഡ് ഡിസ്പാരിറ്റീസ് ടു ബി അഡ്രസ്ഡ് ബൈ ദ കനേഡിയൻ ഗവൺമെന്റ്. അതിന് ഈ ത്രെട്ട് ട്രംപ് ഒരു കൊയേർഷൻ ടാക്ടിക് ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. കാരണം കാനഡയെ അനക്സ് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിന് അത്രയും സീരിയസ് ആയിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞത്. നേരെ തിരിച്ച് അമേരിക്കയുടെ ഒരു എക്സ്പാൻഷനിസ്റ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ യാഥാർത്ഥ്യത്തിൽ ഊന്നിയ ഒരു ചരിത്രമാണ് അത്. അതുകൊണ്ടാണ് ട്രംപിനെ പറ്റി പലരും പറയും ട്രംപ് എന്ന് പറയുന്നത് ഒരു അബറേഷൻ ആണെന്നാണ് പറയുക. അമേരിക്ക ഈസ് അതർവൈസ് റൂൾഡ് ബൈ സിവിലൈസ്ഡ് പീപ്പിൾ, ട്രംപ് ഇസ് എൻ അബറേഷൻ. പക്ഷെ എന്റെ ആർഗ്യുമെന്റ് എല്ലാ കാലത്തും നേരെ തിരിച്ചാണ്. ട്രംപാണ് ഈ ഒറിജിനൽ അമേരിക്കൻ സ്പിരിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആള്. നമ്മൾ അതുപോലെ തന്നെ ഇപ്പൊ ഉക്രൈൻ റഷ്യ പ്രതിസന്ധിക്കകത്ത് കുറച്ചും കൂടി ഒരു സാധ്യത കാണാം. പക്ഷേ മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധിയിൽ, അതായത് അത് എത്രയോ വർഷങ്ങളായി തുടരുന്നതാണ്. ട്രംപ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഒരു സീസ് ഫയർ നമുക്ക് കാണാമെങ്കിലും എന്തായിരിക്കും ഈ മിഡിൽ ഈസ്റ്റില് ട്രംപിന്റെ ഈ രണ്ടാം വരവിൽ സംഭവിക്കാൻ പോകുന്നത്? അതിൽ എന്തെങ്കിലും ഒരു കൃത്യമായ ഒരു സൊല്യൂഷൻ രൂപപ്പെടുവോ? എങ്ങനെയായിരിക്കും അത്? ഒരു സൊല്യൂഷനുള്ള സാധ്യത വളരെ കുറവാണ്. ട്രംപ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ട്രംപ് പറഞ്ഞത് ഇസ്രായേലിനും ഹമാസിനോടും ട്രംപ് പറഞ്ഞത് ഹി വാണ്ട്സ് എ ഡീൽ ബിഫോർ ഹി ടേക്സ് ഓഫീസ് എന്നുള്ളതാണ്. അപ്പൊ അത് ഇപ്പൊ ഡീൽ ഫൈനൽ എഗ്രിമെന്റ് ഇപ്പോഴും അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും ഇപ്പൊ ഇസ്രായേലി ഒഫീഷ്യൽസും അറബ് ഒഫീഷ്യൽസും ഒക്കെ അമേരിക്കൻ ഒഫീഷ്യൽസും ഒക്കെ പറയുന്നത് ഇൻ പ്രിൻസിപ്പിൾ ഒരു എഗ്രിമെന്റിൽ ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ്.